വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 487. പദവികൾ അലങ്കാരങ്ങളല്ല, ഉത്തരവാദിത്തമാണ്. Some are born great, some achieve greatness, and some have greatness thrust upon them. ചിലർ മഹാന്മാരായി ജനിക്കുന്നു, ചിലർ മഹത്വം നേടിയെടുക്കുന്നു, ചിലർക്ക് അവരുടെ മേൽ മഹത്വം അടിച്ചേൽപ്പിക്കപ്പെടുന്നു. വിഖ്യാത ഇംഗ്ലീഷ് സാഹിത്യകാരൻ വില്യം ഷേക്സ്പിയറിന്റെ 12th നൈറ്റ് എന്ന പ്രശസ്ത നാടകത്തിൽ മാൽവോളിയോ എന്ന കഥാപാത്രത്തിൻ്റെതായി വന്ന ശ്രദ്ധേയമായൊരു ഉദ്ധരണിയാണിത്. സഹജമായ അവസ്ഥ, വ്യക്തിപരമായ ശ്രമം അല്ലെങ്കിൽ ബാഹ്യ സാഹചര്യങ്ങൾ എന്നിങ്ങനെ ജീവിതത്തിൽ മഹത്വത്തിലേക്കുള്ള 3 വ്യത്യസ്ത പാതകളാണ് ഈ വാചകം അടിവരയിടുന്നത്. ജീവിതത്തിൽ നാമൊക്കെ പല പദവികളും അലങ്കരിക്കാറുണ്ട്. ചിലവ നമുക്ക് അനന്തരമായി കിട്ടിയതോ പാരമ്പര്യമായി വന്നു ചേരുന്നതോ ആണ്. ചിലതൊക്കെ നാം ആഗ്രഹിച്ച് നേടിയെടുക്കുന്നതാകും, വേറെ ചിലത് നമ്മിൽ വന്നു ചേരുന്നതാകും. ഏത് ഘട്ടത്തിലും നാം ഓർത്തിരിക്കേണ്ട സുപ്രധാനമായൊരു വിജയമന്ത്രം പദവികൾ അലങ്കാരങ്ങളല്ല, ഉത്തരവാദിത്തമാണ് എന്നതാണ്. ഉത്തരവാദിത്തബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും അലങ്കരിക്കുമ്പോഴാണ് പദവികൾ മഹത്വമുള്ളതാകുന്നത്. പദവികൾ നമ്മെ കൂടുതൽ വിനയമുള്ളവരും നല്ലവരുമാക്കാൻ സഹായകമാകണം. ഏത് സന്ദർഭത്തിലും മാന്യമായി പെരുമാറാനും ഇടപഴകാനും കഴിയുകയെന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ വാക്കുകളും പ്രതികരണങ്ങളും മറ്റുള്ളവരുടെ മനസ്സിൽ വേദനകളോ വിങ്ങലുകളോ ആകരുതെന്ന നിർബന്ധ ബുദ്ധിയാണ് നമുക്ക് വേണ്ടത്. ഒരു മനുഷ്യന്റെ ശരിയായ നന്മ പ്രതിഫലിക്കേണ്ടത് അവനേക്കാളും താഴേക്കിടയിലുള്ളവരോടും സാധാരണക്കാരോടും പെരുമാറുമ്പോഴാണ്. എല്ലാവരെയും പരിഗണിക്കുകയും മാന്യമായി ഇടപെടുകയും ചെയ്യാൻ കഴിയുന്നവരാണ് ശരിയായ നേതാക്കന്മാർ. പദവികൾ അലങ്കാരങ്ങളല്ല, ഉത്തരവാദിത്തമാണ് എന്ന വാക്കുകൾ വളരെ ആഴമുള്ള ഒരു ജീവിത സത്യത്തെ ഓർമ്മിപ്പിക്കുന്നു. പദവി എന്നത് പലരും അധികാരം, ബഹുമാനം, പ്രശസ്തി എന്നിവയുടെ ചിഹ്നമായി കാണാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു പദവി ഒരാളുടെ കഴുത്തിൽ ധരിക്കുന്ന അലങ്കാരമല്ല, അത് ഒരു വലിയ ബാധ്യതയാണ്. ആ പദവിയിലൂടെ ഒരാൾക്ക് സമൂഹത്തെയും സ്ഥാപനത്തെയും മനുഷ്യരെയും നയിക്കാനുള്ള ഉത്തരവാദിത്തമാണ് വന്നു ചേരുന്നത്. പദവിയെ അഹങ്കാരത്തിനായി ഉപയോഗിക്കുന്നതിനു പകരം അത് സേവനത്തിനും സമർപ്പണത്തിനുമായി ഉപയോഗിക്കുമ്പോഴാണ് സമൂഹത്തിൽ നന്മകൾ പൂക്കുന്നത്. നന്മയുടെ പരിസരമൊരുക്കുന്ന പദവികളും സ്ഥാനമാനങ്ങളും സമൂഹത്തിനും നാടിനുമൊക്കെ ഏറെ ഗുണകരമാകും. പദവി ഒരു കിരീടം പോലെയാണെങ്കിലും അതിന്റെ ഭംഗി ഉത്തരവാദിത്തബോധമാണ്. അത് ധരിക്കുന്നവൻ അത് മാന്യമായി വഹിക്കേണ്ടതുണ്ട്. പദവി ഉയരമല്ല, ഉത്തരവാദിത്തത്തിന്റെ ആഴമാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് നേതൃത്വത്തിന്റെ നല്ല വശങ്ങൾ സമൂഹത്തിന് പ്രയോജനപ്പെടുക. അധികാരത്തിന്റെ മറവിൽ അന്യായമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉത്തരവാദിത്തബോധം മാത്രമല്ല, വിശ്വാസ്യത കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പദവികൾ തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ലെന്നും സമൂഹത്തെ സേവിക്കാനുള്ള ഉത്തരവാദിത്തമാണെന്നും നാം ഒരിക്കലും വിസ്മരിക്കരുത്. ഏത് സന്ദർഭത്തിലും മാന്യമായി പെരുമാറാൻ കഴിയുക എന്നത് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സംസ്കാരവും വ്യക്തിത്വവും പ്രകടമാക്കുന്ന ഗുണമാണ്. അനുകൂല സാഹചര്യങ്ങളിൽ വിനയത്തോടെ പെരുമാറുന്നത് എളുപ്പമാണ്. എന്നാൽ വിഷമങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ സാഹചര്യങ്ങളിലും പ്രകോപനങ്ങൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലുമൊക്കെ മാന്യത കൈവിടാതെ പ്രതികരിക്കുക എന്നതാണ് വലിയ മഹത്വം. വികാരങ്ങളെ നിയന്ത്രിച്ച് പ്രതികരിക്കുന്ന സ്വയം നിയന്ത്രണത്തിലൂടെയും ഭിന്നാഭിപ്രായങ്ങളുണ്ടായാലും മാന്യത പുലർത്തുന്നതിലൂടെയും സാഹചര്യങ്ങൾ മാറിയാലും സ്വഭാവം മാറാതിരിക്കുന്ന സംസ്കാരത്തിലൂടെയും വ്യക്തിത്വം കൂടുതൽ തിളക്കമുള്ളതാകും. ഒരു വ്യക്തിയുടെ മഹത്വം പ്രതിസന്ധികളിൽ അവൻ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ്. സാമൂഹിക ജീവിതത്തിൽ, കുടുംബത്തിൽ, ജോലിസ്ഥലത്ത് എവിടെയായാലും മാന്യതയുള്ള പെരുമാറ്റം വിശ്വാസവും ബഹുമാനവും നേടിക്കൊടുക്കും. അത് ബന്ധങ്ങളെ ശക്തമാക്കുകയും വ്യക്തിത്വത്തെ ഉയർത്തുകയും ചെയ്യും. മാന്യത എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന ഒന്നല്ല, അത് സ്ഥിരമായ ഒരു മൂല്യമാണ്. ജീവിത നിയോഗങ്ങളെ ഗൗരവത്തോടെ കാണാനും ഉത്തരവാദിത്ത ബോധത്തോടെ സമീപിക്കാനും കഴിയുമ്പോൾ നമ്മുടെയും സമൂഹത്തിൻ്റെയും വിജയപഥമാണ് അനായാസമാവുക. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.